ഭാരതീയ മസ്ദൂർ സംഘം ആരംഭിച്ച സമയത്ത് നമ്മൾ 2-3 സംഗതികൾ പറയണ്ടായി. ഒന്ന്, ഭാരതത്തിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ദേശീയ ബോധം വളർത്തിക്കൊണ്ട് ആ തൊഴിലാളികളുടെ ശക്തി അത് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് നമ്മൾ പ്രയോഗപ്പെടുത്തണം. ഇതാണ് ബേസിക്. അപ്പോൾ അന്നുള്ള വളരെ വലിയൊരു സ്ലോഗൻ വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്, ഉലക തൊഴിലാളികളെ സംഘടിക്കുവിൻ. അതിന് ആൾട്ടർനേറ്റീവായിട്ട് തേങ്കിടിച്ച് പറഞ്ഞത് വർക്കേഴ്സ് യുണൈറ്റ് ദ വേൾഡ്, തൊഴിലാളികളെ ലോകത്തെ ഒന്നാക്കൂ. അതായിരുന്നു. രണ്ടിനും വളരെ വലിയ വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല, അതിനനുസരിച്ചിട്ട് 80 ആ കാലഘട്ടങ്ങളിൽ, അതായത് ജനതാ പീരീഡ് ഇവിടെ വന്ന സമയത്ത് തൊട്ട് BMSൻ്റെ പ്രതിനിധികൾ ILOയിൽ പോകാൻ തുടങ്ങി. ILOയിൽ പോകുന്ന ആദ്യം തേങ്കിടിച്ച് പോയിട്ടുണ്ട്, പ്രഭാകർ ഘാട്ടേജി എന്നത് ജനറൽ സെക്രട്ടറി പോയിട്ടുണ്ട്, അഗീജി കുറേ കാലം പോയിട്ടുണ്ട്, വേണോട്ടം പോയിട്ടുണ്ട്, സജിനാരായൺജി പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മാറി മാറി നമ്മളുടെ ജനറൽ സെക്രട്ടറി, പ്രസിഡൻറ്റ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ പരിപാടികൾ അല്ലാതെ അവരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള നമ്മളുടെ കോണ്ടാക്റ്റ് വളരെയധികം വെച്ചിരുന്നു. അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് നമ്മളുടെ പരിപാടിക്കെല്ലാം നമ്മളവരെ വിളിക്കാൻ തുടങ്ങി. ആൾ ഇന്ത്യ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ആ വിദേശ പ്രതിനിധികളെ, അവിടെയുള്ള ട്രേഡ് യൂണിയൻ്റെ അവരെല്ലാം നമ്മൾ ILOയിൽ പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയും. ചിലർ വരും, അധികം ആൾക്കാരും വന്നായിരുന്നു. അവർ വന്ന് നമ്മളുടെ പരിപാടികളിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ അവർ പല സ്ഥലത്തേക്കും വിളിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഇവിടെ നടന്നതിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 84 ഏപ്രിൽ ആ സമയത്ത് അവിടെയുള്ള ചൈനയിൽ ഒരു ട്രേഡ് യൂണിയനേ ഉള്ളൂ, ACFTU എന്ന് പറയും, ആൾ ചൈന ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്. അതാണ് ACFTU. ലോകത്തിൽ ചൈനയുടെ നേതൃത്വത്തിൽ അതൊന്നുണ്ട്, അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒന്നുണ്ട്, അത് ICFTU ആണ്, ഇൻ്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്. ഒന്ന് വലത്, ഒന്ന് ഇടത് എന്ന് പറയാം നമുക്ക് ചുരുക്കത്തിൽ. അതിൽ ചൈന അത് കാരണം ലോകത്തിൽ ഞങ്ങളാണ് നേതൃത്വം കൊടുക്കുമെന്ന് കാണിക്കാൻ വേണ്ടി പല നാടുള്ള ആൾക്കാരെ വിളിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ ഡെലിഗേഷനെ അവർ വിളിച്ചിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 84 ഏപ്രിൽ 2nd വീക്ക് ആ സമയത്തായിരിക്കും. അന്ന് ശ്രദ്ധ തേങ്കിടിജി, അന്ന് പ്രസിഡൻ്റായിരുന്ന മൻഹർ മേത്താജി, അന്നത്തെ ഓർഗനൈസ് സെക്രട്ടറി ഓം പ്രകാശ് അഗീജി, മാന്യ വേണുഗോപാൽ, ഇവർ 4 ആളുള്ള ഒരു സംഘമാണ് ചൈനയിലേക്ക് പോയത്. അവിടെ ചൈനയിലുള്ള നേതാക്കന്മാരായിട്ട് ചില സന്ദർഭങ്ങളിൽ അവരുടെ നേതാക്കന്മാർ, നമ്മുടെ ആൾക്കാർ ഇരിക്കും, സംസാരിക്കും. നമ്മളുടേതായിട്ടുള്ള സംശയങ്ങൾ, അവരുടേതായിട്ടുള്ള ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ടായി. ഇതിന് സൈഡ് ലൈനിൽ പറയുകയാണെങ്കിൽ തേങ്കിടിച്ച് പോകുന്ന സമയത്തെ ഒരു സംഗതി തീരുമാനിച്ചു, എല്ലാ പരിപാടികളും സമയത്തിന് നമ്മൾ പോകണം. പൊതുവെ വിദേശത്തേക്ക് പോകുന്നവരെ പറ്റിയുള്ളൊരു ആരോപണം, ആരും സമയത്തിനെത്തില്ല അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അത് മനസ്സിൽ വെച്ചിട്ടല്ല, ഇൻ ജനറൽ നമ്മൾ എല്ലാ പരിപാടിക്കും ഒരു 10 നിമിഷം മുമ്പെങ്കിലും എത്തണം. അവർ ചിലത്തെ ഡെലിഗേഷൻ നിങ്ങൾ 10 മണിക്ക് റെഡിയാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ 10 നിമിഷം മുമ്പേ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെയെല്ലാം ഒരു സിസ്റ്റം ഉണ്ട്. പകലൊക്കെ ചില പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു ഡിന്നർ കൊടുക്കും അവർ. ആ ഡിന്നറിൽ അവരുടെ സമ്പ്രദായമാണ് ലിക്കർ കൊടുക്കും. അത് എല്ലാവരുടെ ടേബിളും കൊണ്ടുവന്ന് വയ്ക്കും. അതിനും തേങ്കിടിച്ച് പറഞ്ഞിരുന്നു, നിങ്ങളത് എടുത്തോളൂ, ആ ചേസ് പറയുമ്പോൾ തട്ടിക്കൊടുക്കും, അവിടെ വെച്ചാൽ മതി. അത് കണ്ടാൽ അവർക്കറിയോ എന്താണെന്നുള്ളത്. അതിലിരുന്ന് രണ്ടാമത്തെ പരിപാടിയിൽ നമുക്കെല്ലാം ലിക്കറിന് പകരം ജ്യൂസ് തരാൻ തുടങ്ങി. ഇതൊക്കെ ചെറിയ സംഗതിയാണ്, പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ലെവലിലെ പരിപാടികളിൽ പോകുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ പരിപാടിയൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. അവസാനം
അവിടെ സാധാരണ ലോക നേതാക്കന്മാർക്കൊക്കെ കൊടുക്കുന്ന ഒരു അവസരമാണ് ചൈനയിൽ. അവരുടെ അന്ന് പെക്കിങ് എന്നുള്ള ബീജിംഗ് അല്ല, പെക്കിങ് എന്നാണ് പേര്. പെക്കിങ് റേഡിയോ ഉണ്ട്, നമ്മുടെ ആൾ ഇന്ത്യ റേഡിയോ മാതിരി. അതിൽ തേങ്കടിജിക്ക് സംസാരിക്കാൻ പ്രത്യേക ക്ഷണം കൊടുക്കേണ്ടായി. അദ്ദേഹം 15-20 നിമിഷത്തിലധികം സംസാരിച്ച് മാത്രമല്ല, അവിടെ നമ്മുടെ നാട്ടിൻ്റെ ഭാഷ അറിയുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടി അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉടനെ തന്നെ ആ ഭാഷകളിൽ അതിൻ്റെ തർജ്ജമയും ഉണ്ടായി. പിന്നെ ഈ ചൈന പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം മൻഹർ മേത്താജി പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്തിട്ട് ഒരു പുസ്തകം, ഒരു 40-50 പേജ് ഉണ്ടാവും, ചൈന ഇൻ ട്രാൻസിഷൻ എന്നുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടായി. അതിൽ നമ്മുടെ അനുഭവങ്ങൾ എന്താണെന്ന് അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ ആ പരിപാടിക്ക് നമുക്ക് യാത്രയയപ്പ് നൽകുന്ന സമയത്ത് അവരുടെ നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ ചില ദിവസങ്ങൾ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരിക്കും, പക്ഷേ വി ആർ ബിസി വിത്ത് അവർ മേ ഡേ സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ തേങ്കടിജി അതിന് മറുപടി പറയണം. അവർ പറയുന്നു, തേങ്കടിജി പറഞ്ഞു അവരെയൊക്കെ പരിപാടികളെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, മേ ഡേറ്റ് ഈസ് ഓക്കെ, അത് ഇൻ്റർനാഷണൽ ലേബർ ഡേ. ചൈനയിലുള്ള തൊഴിലാളികൾക്ക് ഇൻസ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഏതെങ്കിലും വലിയ പരിപാടികൾ, സ്ട്രൈക്ക്, ഇങ്ങനെ ഏതെങ്കിലും നടന്നാൽ അതല്ലേ നിങ്ങളുടെ തൊഴിലാളി ദിനമായിട്ട് നടത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യം, ഒരു പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത്. അവർ പറഞ്ഞു, ഇപ്പോൾ ഉടനെ ഞങ്ങൾക്കത് പറയാൻ ഇല്ല, ബട്ട് വി വിൽ, ഈ സംഗതികൾ ഞങ്ങളുടെ കേന്ദ്ര സമിതിക്ക് പറഞ്ഞ് വി വിൽ ഗെറ്റ് ആൻ ആൻസർ. അത് തുടർന്ന് ഒരു വർഷത്തിന് ശേഷം അവരുടെ ഒരു ഡെലിഗേഷൻ ഡൽഹിയിൽ വന്ന സമയത്ത് അവർ നമ്മളുടെ BMS ഓഫീസിൽ വരികയുണ്ടായി. അപ്പം അവർ അതിൻ്റെ ഉത്തരം പറയുക. അവർ പറഞ്ഞത്, ഇന്ന് ഗാങ്ഷോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് പഴയ പേര് കാൻറ്റൺ എന്നാണ്, അന്ന് ചൈനയുടെ ക്യാപിറ്റൽ കാൻറ്റൺ ആയിരുന്നു. അവിടെ 1924 തൊഴിലാളികളുടെ വലിയൊരു സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. അതാണ് ചൈനയിലുള്ള ഏറ്റവും വലിയ തൊഴിലാളികളുടെ പ്രക്ഷോഭം എന്ന് അവർ നമുക്ക് പറയുണ്ടായി. അപ്പോൾ അവരുടെ മാളത്തിലെ പോയിക്കൊണ്ട് ഒരു സിംഹത്തിനെ പിടിച്ച് വായ തുറന്ന് കൈയിടുന്ന മാതിരി അല്ലെങ്കിൽ തലയിടുന്ന മാതിരി ആ ഒരു ചോദ്യം വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. മാസേ തൂങ്ങിൻ്റെ ലോങ് മാർച്ച്, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണം, അത് ഉദ്ദേശിച്ച രീതിയിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനായി ഇല്ല. അത് കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് കാർഷികമായിട്ടെല്ലാം കുറച്ച് പിന്നോക്കം പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ അവർ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പുരോഗമനം, ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ പറ്റില്ല പറഞ്ഞ് വളരെ സ്ലോ ആയിട്ട് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള ഒരു മൈൽഡ് ക്യാപിറ്റലിസം അതവർ പിന്തുടരാൻ തുടങ്ങി. അത് പ്രത്യക്ഷത്തിൽ അറിയില്ല. ഞങ്ങൾ പോയ സമയത്ത് 1996 ഡിസ്കഷനിൽ ഞാനേ ചോദിച്ചു, അവിടെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ ഗവൺമെൻറ്റിൻ്റെ ഫാക്ടറികളിലൊരു വേതനമാണ്, സാലറിയാണ്, പ്രൈവറ്റിലൊരു സാലറിയാണ്, ഗവൺമെൻറ്റും പ്രൈവറ്റും നടത്തുന്നതിൽ വേറൊരു സാലറിയാണ്. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ്? ബിക്കോസ് നിങ്ങളുടെ ഫിലോസഫി അതല്ലല്ലോ, ആദർശമോ. അപ്പോൾ അവർ പറഞ്ഞു, ഫോർ സം ടൈം വി ഹാവ് ടു ബെയർ വിത്ത് ഇറ്റ്, നമ്മൾ സഹിച്ചേ പറ്റൂ, അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂ എന്നാണ് അവർ പറഞ്ഞ ഉത്തരം. അത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആക്ച്വലായിട്ട് നമ്മുടെ നാട്ടിലുമാതിരി തൊഴിലാളി സംഘടനകളെ ഇല്ല. ഉള്ള ഒരേ ഒരു തൊഴിലാളി സംഘടനയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ACFT, ആൾ ചൈന കോൺഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ. അവരാണ് തീരുമാനിക്കുക എല്ലാം. തൊഴിലാളികളിൽ നിന്നുള്ള അവരുടെ സബ്സ്ക്രിപ്ഷൻ, വരിസംഖ്യ, അതൊക്കെ വാങ്ങുന്നത് ഗവൺമെൻറ് ഓഫീസാണ്. പിന്നെ അവർക്ക് വേജ് ഇൻക്രീസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യും. നമ്മൾ അക്രോസ് ദ ടേബിൾ ഇരുന്ന് സംസാരിക്കാൻ നമ്മുടെ ഡിമാൻഡ് കൊടുക്കുക, അവരത് പരിശീലിക്കുക, ആ സമ്പ്രദായം ഇല്ല. സ്ട്രൈക്ക് എന്ന് പറഞ്ഞത് അവിടെ ഇല്ല. അങ്ങനെ ഏതെങ്കിലും അറിയാതെ ആരെങ്കിലും തെറ്റ് ചെയ്തു പറഞ്ഞാൽ അയാളെ
വിത്തൗട്ട് മെർസി, ദയയില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. പിന്നെ അയാൾക്ക് എവിടെയും ജോലി കിട്ടില്ല. അതാണ് അവസ്ഥ. ഞങ്ങൾ പോയ സമയത്തുള്ള അനുഭവം, ഒന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ പരിപാടിക്ക് അവരുടെ ടൂറിന് പോകുന്നതിന് മുമ്പ് വരെ നമുക്ക് അവിടെ എന്താ പരിപാടി എന്നും അറിയില്ല. അവിടെ ചെന്ന് അടുത്ത ദിവസം ആണ് നമുക്ക് പ്രോഗ്രാം പറയുന്നത്. അത് ഷീറ്റൊന്നും തന്നിട്ടില്ല. ഇന്ന് നമ്മളിവിടെ പോകണു. അപ്പോൾ ആദ്യ ദിവസം ഞങ്ങൾ തിനാമാൻ സ്ക്വയർ, നമുക്കറിയാം, തൊഴിലാളിയിലെ ടാങ്ക് വെച്ച് കൊന്ന സ്ഥലം തിനാമാൻ സ്ക്വയർ. അതിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ പാർലമെൻറ്റ്, പീപ്പിൾസ് പാർലമെൻറ്റ്. അന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി പറഞ്ഞാൽ മാസേതുങ്ങിൻ്റെ ഭൗതിക ശരീരം, അങ്ങനെ മമ്മി മാതിരി വെച്ചിട്ടുള്ള മാവോസ് മൊസോലിയം അതുണ്ട്. നമ്മൾ അതൊക്കെ കാണിക്കാൻ അവർ ഏർപ്പാട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ നേതാക്കന്മാരായിട്ട് നമുക്ക് ഡയറക്റ്റ് ഡയലോഗ് ഉണ്ടായിരുന്നു. അവരുടെ നേതാക്കന്മാർ ചില സ്ഥലങ്ങളിൽ വരും, നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ, ഭാരതത്തിലുള്ള ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനം, അവരുടേതായിട്ടുള്ള പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സംഗതികൾ എടുക്കണ്ടേ. അതേ ചൈന മാർക്കറ്റ് എക്കോണമിക്ക് വരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോഴും അവർ പറയുന്നതാണ്, ഞങ്ങൾക്ക് മുമ്പുള്ള നേതാക്കന്മാർ അവരുടെ നയങ്ങളിൽ ചില തെറ്റുകൾ പറ്റി. അത് തെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയ്ക്ക് ചില പിന്നോക്ക സ്ഥിതി വരാൻ കാരണം. ഞങ്ങളിന്നത് തിരുത്തിക്കൊണ്ടാണ് ചൈനയ്ക്ക് ഏതാണ് നല്ലതെന്നുള്ള രീതിയിലാണ് നയങ്ങൾ രൂപീകരിച്ച് പോകുന്നതെന്ന് പറയണ്ടായി. അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു തേങ്കടിജിയുടെ ആ പ്രഭാഷണം പെക്കിംഗ് റേഡിയോയിൽ അദ്ദേഹം സംസാരിച്ചത്. പോകുന്ന സ്ഥലത്തെല്ലാം ഒരു ഗൈഡ് ഉണ്ടാവും, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് ട്രാൻസ്ലേറ്റ്. അത് കൂടാതെ പാർട്ടിയുടെ ഒരാളും കൂടെ ഉണ്ടാവും. അത് നമുക്കറിയില്ല, പക്ഷേ അതാണ് സ്ഥിതി. 1 ട്രാൻസ്ലേറ്റർ + 1 ജെൻ്റിൽമാൻ. അത് ആൾക്കാർ മാറാം ആ സ്ഥലത്തിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അവർ പെർമിഷൻ ചോദിച്ചാലും തരില്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിങ്ങൾ മാർക്കറ്റിംഗ് പോകണം, മാർക്കറ്റിങ്ങിൽ വളരെയധികം അങ്ങനെ സാധനങ്ങളും അന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാനും INDC ഒരാളും അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് തൊഴിലാളികളായിട്ട് സംസാരിക്കാമോ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൂടെ വന്ന് ഒന്ന് നോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ സേ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ സ്വതന്ത്രമായിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്ത് അവർ ആദ്യം പറയുന്നത് രാത്രി 7 മണിക്ക് ശേഷം ആരും ഇതില്ല, നിങ്ങൾ പുറത്ത് പോകരുത്. അതാണ് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ. പിന്നെ ആരും സത്യാവസ്ഥ പറയില്ല. അവർ നമ്മൾ എത്രത്തോളം അടുത്ത് പെരുമാറിയാലും, ഞങ്ങൾ തമാശ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം നോ മൈ വൈഫ് വിൽ നോട്ട് ബി ദെയർ. ഏതെങ്കിലും ഒഴിവുകൾ പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാണ് ചെയ്തത്. ഇപ്പം നമ്മുടെയൊക്കെ ഇവിടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളിച്ചാൽ വിളിക്കും, ഒരു ചായ അങ്ങനെയുള്ള പരിപാടി അതൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് വിളിക്കില്ല. ഏതെങ്കിലും ഹോട്ടലിൽ അങ്ങനെയുള്ള ടീ അല്ലെങ്കിൽ ഡിന്നറിന് ഏർപ്പാടാണ് ചെയ്യാറ്. പൊതുവെ അന്ന് എൻ്റെ ഇംപ്രഷൻ താഴെത്തട്ടിലുള്ള ചൈനക്കാർ നല്ലവന്മാരാണ്, അവർ അധ്വാനിച്ചില്ലാണ്. ഇന്ന് അവർക്ക് സ്വാതന്ത്ര്യമില്ല, സത്യമാണ്. പക്ഷേ തലപ്പത്ത് ഒരു ഗ്യാങ്, അവരാണെന്ന് മുഴുക്ക കൺട്രോൾ ചെയ്യുന്നത്. അവിടെ വലിയ വലിയ ഹോട്ടലുകളിൽ അന്ന് ACFT നടത്തുന്നുണ്ട്, ട്രേഡ് യൂണിയൻ. വലിയ ഹോട്ടലുകൾ 29 നിലക്ക് ഉള്ള ഹോട്ടലുകൾ അവർ നടത്തുന്നുണ്ട്. നമ്മളതും ചോദിക്കണ്ടായി. ഞങ്ങളെയൊക്കെ അതിനേക്കാട്ടിലും ഉഗ്രരായിട്ടുള്ള 5 സ്റ്റാർ 6 സ്റ്റാർമാരുള്ള ഹോട്ടലിൽ താമസിപ്പിച്ചായിരുന്നു. വൈ ആർ യു നോട്ട് ടേക്കിംഗ് അസ് ടു യുവർ ഹോട്ടൽ? നോ യു ആർ ആൾ അവർ ഡിഗ്നിറ്ററീസ്. അതുകൊണ്ടുള്ള ഈ സൗകര്യം ഞങ്ങൾ, അതാണ് അവരുടെ, അതായത് അതിൻ്റെ സംഗതികൾ പറയാതെ നിങ്ങളെ ശ്രദ്ധിക്കുന്നതാണെന്നുള്ള രീതിയിലാണ് അവരുടെ ആൻസർ. പൊതുവെ നമ്മൾ പോയി വന്നത് കാരണം നല്ലൊരു സൗഹാർദ്ദം. പിന്നീട് അവരുടെ ഡെലിഗേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഓഫീസിൽ വരും, നമ്മളങ്ങോട്ട് പോവാം, ഇതുണ്ടായിരുന്നു. മുമ്പൊക്കെ ചൈനക്കാർ ഈ ഫണ്ടിങ് ചെയ്തിരുന്നു മറ്റുള്ള നാടുകളിൽ, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി. ഈ അടുത്ത കാലത്ത് കൂടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ചൈനീസ് അവരായിട്ടൊരു മെമ്മർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU ഇട്ടിട്ടുണ്ട്. അതിൽ ഇന്ന് പറയുന്ന 1.5 കോടിയോളം രൂപ അവർ വാങ്ങിയതാണ്. ഇതവർ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നതാണ്. നേതാക്കന്മാരെ തങ്ങളെ പരിധിക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. വിദേശങ്ങളായിട്ടുള്ള ട്രേഡ് യൂണിയൻ ലെവലിലുള്ള നമ്മളുടെ ബന്ധം
വളരെ നല്ല രീതിയിൽ ഉള്ളത് കാരണം, പ്രത്യേകിച്ച് ഐ എൽ ഒവിന് നമ്മളെപ്പറ്റി നല്ല ഇമ്പ്രഷനാണ്. ഞാൻ ഡൽഹിയിൽ ആൾ ഇന്ത്യ സെക്രട്ടറി ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള ഉത്തരവാദിത്തത്തിൽ അവിടെ ഉള്ള സമയത്ത് അവരുടെ പല പരിപാടികളിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ എൽ ഒവിൻ്റെ സൗത്ത് ഏഷ്യ പസഫിക്കിൻ്റെ ഡയറക്ടറായിരുന്നു ലൈല തെഗ്മോ റെഡ്ഡി എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് അവർക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റം വന്ന സമയത്ത് എല്ലാ ട്രേഡ് യൂണിയനും ഒരു താങ്ക്സ് ലെറ്റർ അയച്ചായിരുന്നു, BMSനും അയച്ചായിരുന്നു. അതിൽ പറഞ്ഞ ഒരു പാരഗ്രാഫ് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് BMSനെ പറ്റി അറിയാം, നിങ്ങൾ നല്ല വ്യവസ്ഥിതമായിട്ടുള്ള സംഘടനയുള്ള ഒരു ഓർഗനൈസേഷനാണ്. നിങ്ങൾ BMSൻ്റെ ആൾക്കാർ പരിപാടികളിൽ സമയത്തിന് എത്തും, പരിപാടികളിൽ കംപ്ലീറ്റായിട്ട് പങ്കുകൊള്ളും, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് വരും. ഇത്തരം സംഗതികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കാട്ടിലും അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഓരോ സംഘടന. അതുപോലെ നമ്മൾ ILOൻ്റെ ഏതെങ്കിലും സംഗതികൾ പണമായിട്ടോ മെറ്റീരിയലായിട്ട് ചോദിച്ചിട്ടേ ഇല്ല. ഒന്ന് രണ്ട് പ്രാവശ്യം അവരെ പറയണ്ടേ, വൈ ആർ യു നോട്ട് ആസ്കിങ്. നമ്മളിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രാവശ്യം അവർ നമുക്ക് പുതുതായിട്ടുള്ള കമ്പ്യൂട്ടർ അതൊക്കെ തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഫ്ലാറ്റ്ലി വീട്ടിനായിട്ട് വേണ്ട, നമുക്ക് വേണ്ട നമ്മളിവിടെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയണം. ആ ബന്ധം ILOൻ്റെ പ്രതിനിധികൾ ഇവിടെ വരുന്ന സമയത്ത്, അതുപോലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ILO അവരുടെ ചില പ്രതിനിധികളെ നമ്മുടെ ആളിൻ്റെ സമ്മേളനത്തിലെല്ലാം വന്നിട്ടുണ്ട്. BMSൻ്റെ ഡൽഹിയിലുള്ള നമ്മളുടെ പുതിയ ദീൻദയാൽ ഉപാധ്യായമാർക്കുള്ള കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് ILOൻ്റെ ഡയറക്ടർ വന്നായിരുന്നു. ഡയറക്ടർ മാത്രമല്ല, അന്ന് അവിടെ ഇൻചാർജായിട്ട് എല്ലാവരും വന്നായിരുന്നു. അത് നമ്മുടെ ബന്ധം. അത് കാരണം അവർ BMSന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് പരിപാടികൾ സാധാരണ പരിപാടി നടത്തി പറഞ്ഞാൽ ഏതോ നടക്കും, അങ്ങനെയല്ല. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പരിപാടി കഴിഞ്ഞ് അതിൻ്റെ കണക്ക് കൊടുക്കും അവർക്ക്. മദ്രാസിൽ പ്ലാന്റേഷൻ്റെ ഒരു പരിപാടി അവർ വയ്ക്കുകയുണ്ടായി, 5 ദിവസത്തെ പരിപാടി. ഞാൻ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കണക്ക് കൊടുത്തു. അതിലൊരു 3500 രൂപയോളം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ പരിപാടിക്ക് വന്നിട്ടുള്ള മിസ്റ്റർ DPA നായിഡു എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ILOന് കൊടുത്തേ ശീലമുള്ളൂ, വാങ്ങി ശീലമില്ല. അപ്പോൾ ഇത്ര രൂപ ഞാൻ എന്ത് പറഞ്ഞു, യു ടേക്ക് ഇറ്റ് ആസ് ഡൊണേഷൻ. നമ്മൾ പിന്നെ അത് BMSൻ്റെ ഡൊണേഷനായിട്ട് ട്രീറ്റ്. അത് അവർക്ക് എന്താണ് നമ്മളെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. BMSനെ വിശ്വസിക്കാം, ഒരു വിശ്വസ്തമായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയനാണെന്നുള്ള അഭിപ്രായം.